ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന മറ്റൊരു ഘടകം ഇതുണ്ടോ, ഈ ഒരു സൗണ്ട് തന്നെ ധാരാളം. നമസ്കാരം, വിങ്സ് ഓൺ വീൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2020 അവസാനിച്ച് നമ്മൾ 2021 കാലെടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് 2010 മുതൽ ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള ഫോക്സ്വാഗൻ വെൻറ്റോ ആണ് നമ്മുടെ കൂടെ ഇന്ന് വീഡിയോയിലേക്കുള്ളത്. ഇന്ന് നമ്മുടെ കൂടെ കാണുന്ന ഈ ഒരു വാഹനം ഒരു 1 ലിറ്റർ എഞ്ചിനോട് കൂടിയിട്ടുള്ളതാണ്. 1 ലിറ്റർ ടർബോ എഞ്ചിനാണ്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനോട് കൂടിയിട്ടുള്ള വെൻറ്റോ നമുക്കൊന്ന് അടുത്ത് കാണാം, പരിചയപ്പെടാം. അതിനുശേഷം നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. കാലമായിട്ട് ഫോക്സ്വാഗൻ്റെ പ്രൊഡക്റ്റ് ലൈനപ്പിലുള്ള വെൻറ്റോ എന്ന് പറയുന്ന റിയൽ സെഡാൻ പല കാലികമായിട്ടുള്ള മാറ്റങ്ങളും വെൻറ്റോയിൽ വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും രൂപത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തുടക്കം മുതൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന സമയം വരെയും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. എങ്കിലും ആളുകൾക്ക് അല്ലെങ്കിൽ ആരാധകർക്ക് ഒട്ടും തന്നെ കുറവില്ലാത്ത ഒരു വാഹനമാണ് ഫോക്സ്വാഗൻ വെൻറ്റോ. എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ യാത്രയ്ക്കായാലും ബാക്കിയുള്ള ഏത് ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിലും ഒരു ഫുൾ മാർക്ക് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റിയൽ സെഡാനാണ് ഫോക്സ്വാഗൻ വെൻറ്റോ. ഫോക്സ്വാഗൻ അവരുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഫോക്സ്വാഗൻ ഫോർ എവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് ഫോക്സ്വാഗൻ്റെ കൂടെ ഉണ്ട്. ഫോക്സ്വാഗൻ വെൻറ്റോയുടെ സ്റ്റാൻഡേർഡ് വാറണ്ടി എന്ന് പറയുന്നത് 4 വർഷം അല്ലെങ്കിൽ 1,00,000 കിലോമീറ്ററാണ്. ഈ വാറണ്ടി നമുക്ക് 6 വർഷം അല്ലെങ്കിൽ 1,50,000 കിലോമീറ്ററായിട്ട് നമുക്ക് വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഫോക്സ്വാഗൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 4 വർഷത്തേക്ക് ഫ്രീ ആയിട്ടുള്ള റോഡ് സൈഡ് അസിസ്റ്റൻസും ഫോക്സ്വാഗൻ തരുന്നുണ്ട്. ഈ റോഡ് സൈഡ് അസിസ്റ്റൻസും നമ്മൾ എക്സ്റ്റെൻഡ് വാറണ്ടി എടുക്കുന്ന പോലെ തന്നെ, അതായത് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഈ ഒരു റോഡ് സൈഡ് അസിസ്റ്റൻസും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഫോക്സ്വാഗൻ തരുന്നുണ്ട്. എന്തായാലും വളരെ നല്ല സർവീസ് പാക്കേജുകളെല്ലാം തന്നെ ഫോക്സ്വാഗൻ്റെ ഭാഗത്തു നിന്നുണ്ട്. മൈ ഫോക്സ്വാഗൻ കണക്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൊബൈൽ ആപ്ലിക്കേഷനും ഫോക്സ്വാഗൻ ഇപ്പം അവരുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ലഭ്യമാക്കിയിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ വാഹനം വാങ്ങിക്കുന്ന ഉപഭോക്താക്കൾക്ക് 3 വർഷത്തേക്ക് ഫ്രീ സബ്സ്ക്രിപ്ഷനാണ്. മുൻഭാഗത്തുനിന്ന് നോക്കുന്ന സമയത്ത് വളരെ പ്രീമിയം ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഫോക്സ്വാഗൻ വെൻറ്റോയുടേത്. ഫോക്സ്വാഗൻ GTI ഇൻസ്പയർഡ് ഫ്രണ്ട് ബമ്പറുകളും അതേപോലെ തന്നെ ഹണികോം ഗ്രില്ലും ഒക്കെ തന്നെയാണ് നമുക്ക് വെൻറ്റോയുടെ മുൻഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നടുഭാഗത്തായിട്ട് ഫോക്സ്വാഗൻ്റെ ഒരു ലോഗോ വളരെ ഭംഗിയിൽ തന്നെ നമുക്കൊരു VW ലോഗോ നമുക്ക് കാണാം. വശങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ചേമ്പറുകളായിട്ട് കാണുന്ന ഹെഡ്ലൈറ്റ് യൂണിറ്റാണ്. അത് LED ഹെഡ്ലൈറ്റ്സ് ആണ് ഈ ഫോക്സ്വാഗൻ വെൻറ്റോയിലുള്ളത്. ഈ 2 ചേമ്പറുകളും സാധാരണ LED പ്രൊജക്ടർ അല്ല, LED ഹെഡ്ലൈറ്റ്സ് ആണ് ഫോക്സ്വാഗൻ വെൻറ്റോയിൽ കൊടുത്തിട്ടുള്ളത്. ഒരു നല്ല ഭംഗിയുള്ള ഒരു DRL യൂണിറ്റും ഈ ഒരു ഭാഗത്തായിട്ട് വെൻറ്റോയിലുണ്ട്. ഇതൊക്കെ കാലികമായിട്ടുള്ള മാറ്റങ്ങൾ വന്ന സമയത്ത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും വളരെ ഒരു പ്രീമിയം ലുക്ക് അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് നൽകുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ. ഈ ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റിലേക്ക് താഴത്ത് തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കാണാം. ഈ ഒരു ഗ്രില്ലിൻ്റെ, അതായത് മുൻഭാഗത്ത് കാണുന്ന ഹണികോം ഗ്രില്ലിൻ്റെ താഴെ കാണുന്ന ഈ ഒരു ക്രോം ലൈനിങ്ങിൻ്റെ എൻഡ് ഹെഡ്ലൈറ്റ് യൂണിറ്റിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ വളരെ പ്രീമിയം ഫീൽ നൽകുന്ന കാര്യങ്ങളാണ്. എന്തായാലും താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫോഗ് ലാമ്പ്സ് നമുക്ക് കാണാം. ഫോഗ് ലാമ്പിൻ്റെ കൂടെ തന്നെ ഒരു കോർണറിങ് ലാമ്പ് നമുക്ക് കാണാനുണ്ട്. കോർണറിങ് ലാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, രാത്രി കാലങ്ങളിൽ ഏതെങ്കിലും ഒരു വശങ്ങളിലേക്ക് വാഹനം തിരിയുന്ന സമയത്ത് ആ ഒരു വശങ്ങളിലേക്ക്
അല്ലെങ്കിൽ ആ ഒരു വശത്തേക്ക് മാത്രം അഡീഷണൽ ലൈറ്റ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോർണറിംഗ് ലാമ്പുകൾ കൊടുത്തിട്ടുള്ളത്. എന്തായാലും റീഡിസൈൻ ചെയ്തിട്ടുള്ള ഫ്രണ്ട് ബമ്പറുകളിൽ ഒരു ബ്ലാക്ക് ഇൻസേർട്ട് നമുക്ക് കാണാനുണ്ട്. വളരെ പ്രീമിയം ആയിട്ടുള്ള മുൻഭാഗത്ത് ആ എക്സിക്യൂട്ടീവ് ലുക്ക് നിലനിർത്തുന്ന രീതിയിൽ തന്നെ കാണുന്ന എൻജിൻ ഹുഡ്, അതിൻ്റെ ക്രീസും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയിൽ തന്നെ നമുക്ക് കാണാം. എന്തായാലും ഈ വിൻഷീൽഡിൻ്റെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. വിൻഷീൽഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 40% ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വിൻഷീൽഡുകളും വിൻഡോസുമാണ് ഫോക്സ് വാഗൺ വെൻഡോയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ചൂട് അകത്തേക്ക് കടക്കുന്നത് പ്രതിരോധിക്കുന്ന രീതിയിലുള്ള ഗ്ലാസുകളാണ് ഈ ഒരു വാഹനത്തിൽ മുഴുവനായിട്ടും ഫോക്സ് വാഗൺ ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഈ സെഗ്മെൻറ്റിൽ വളരെ ചുരുക്കം ചില കാറുകൾക്ക് മാത്രം കണ്ടുവരുന്ന ഫീച്ചറാണ്. വൈപ്പറുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് റെയിൻ സെൻസിങ് വൈപ്പേഴ്സാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. അതെന്തായാലും ഡ്രൈവറുടെ കാഴ്ചയെ മറയ്ക്കുന്ന രീതിയിലല്ല ഇരിക്കുന്നത്. മുൻഭാഗത്ത് നിന്ന് വശങ്ങളിലേക്ക് വരുമ്പം 4390 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ മുഴുവൻ ലെങ്ത്ത് എന്ന് പറയുന്നത്. എന്തായാലും ഒരു വലിയ സെഡാന് വേണ്ട ലെങ്ത്ത് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് ഫോക്സ് വാഗൺ കൊടുത്തിട്ടുള്ളത്. വാഹനത്തിൻ്റെ കംഫർട്ടൊക്കെ നമുക്ക് ഈ ലെങ്ത്തിൻ്റെയും അതുപോലെ തന്നെ വീൽ ബേസിൻ്റെയും അളവുകളൊക്കെ പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് വരുന്നത് 2553 മില്ലിമീറ്ററാണ്. ഇത്രയും വലിയ ഒരു വീൽ ബേസ് ഉള്ള ഈ വാഹനത്തിൻ്റെ അകത്തെ കംഫർട്ട്, നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്തുള്ള കംഫർട്ട് തീർച്ചയായിട്ടും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എന്തായാലും വളരെ നല്ല കംഫർട്ടിൽ തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഫോക്സ് വാഗൺ വെൻഡോ. എന്തായാലും ഇതൊരു പ്രൂവൺ കാറാണ്, നമ്മളതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. എന്തായാലും ബോഡി കളർഡായിട്ട് കാണുന്ന ഈ ഒരു മിററിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കാണാം. ഈ ടേൺ ഇൻഡിക്കേറ്റേഴ്സിന്, മിററിൽ വെച്ചിരിക്കുന്ന ടേൺ ഇൻഡിക്കേറ്റേഴ്സിന് ഈ ഒരു ഭാഗത്തേക്ക് ചെറിയൊരു വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, റിയറിൽ നിന്ന് വരുന്ന പാസഞ്ചേഴ്സിന് വിസിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഒരു സംഭവം കൂടെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ബോഡി ലൈനിങ്ങുകൾ, ക്യാരക്ടർ ലൈനുകളൊക്കെ കൃത്യമായിട്ട് തന്നെ മുൻഭാഗത്തു നിന്ന് തുടങ്ങി പിൻഭാഗത്ത് അവസാനിക്കുന്ന രീതിയിൽ നമുക്ക് കാണാം. ഞങ്ങളിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഹീറ്റ് റെസിസ്റ്റൻറ്റ് ഗ്ലാസ്, വളരെ വെയിലുള്ള സമയത്താണ് നമ്മൾ ഇത് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടൊരു ഗ്രീൻ ടിൻ്റുള്ള ഗ്ലാസ് ഏരിയ, ഒരു വിൻഡോ ഏരിയ നമുക്ക് കൃത്യമായിട്ട് തന്നെ കാണാനുണ്ട്. എന്തായാലും റൂമിനെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് റിയർ ക്വാർട്ടർ പാനലിലേക്ക് കൊടുത്തിട്ടുള്ള ക്വാർട്ടർ ഗ്ലാസും എല്ലാം തന്നെ നമുക്ക് വളരെ ഭംഗിയിൽ കാണാനുണ്ട്. ആ ഒരു പ്രീമിയം ഫീൽ ശരിക്കും കിട്ടത്തക്ക രീതിയിലാണ് ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ ചെയ്തു വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ കാറ് എന്ന് പറയുമ്പം എന്താണോ അയാളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്, ആ ഒരു രൂപത്തിന് കൃത്യമായിട്ട് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ എന്ന് നമുക്ക് പറയാം. എന്തായാലും ഡോർ ഹാൻഡിലെല്ലാം തന്നെ ബോഡി കളറാണ്. ആ ബോഡി കളറായിട്ടുള്ള ഡോർ ഹാൻഡിലുകളുടെ മുകൾ ഭാഗത്തായിട്ട് ഒരു ക്രോം എലമെൻ്റൊക്കെ കൊടുത്ത് വളരെ പ്രീമിയം ആക്കിയിട്ടുണ്ട്. മുൻഭാഗത്ത് നമ്മൾ ബമ്പറിൽ കണ്ടിട്ടുള്ള ആ ഒരു ബ്ലാക്ക് ഫിനിഷിങ് വാഹനത്തിൻ്റെ മുഴുവനും ചുറ്റപ്പെട്ട് കിടക്കുന്ന രീതിയിൽ നമുക്ക് കാണാം. 16 ഇഞ്ച് പോർട്ടഗോ ഗ്രേ അലോയ്സാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. അത് ഒഫീഷ്യലി അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ, അല്ലെങ്കിൽ ഫോക്സ് വാഗൺ അങ്ങനെ വിളിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്തായാലും 16 ഇഞ്ച് വളരെ പ്രീമിയം ഫീലുള്ള ഗ്രേ കളറിലുള്ള അലോയ് വീലുകളാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. ഈ ഒരു വാഹനത്തിൻ്റെ പ്രീമിയം ഫീല് അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയൊക്കെ നമുക്കിതിൻ്റെ വീൽനട്ടും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. കാരണം അലൻ കീ വീൽനട്ടുകളാണ് ഈ ഒരു വാഹനത്തിന് ഉപയോഗിച്ചിട്ടുള്ളത്. എന്തായാലും മുൻഭാഗത്ത് ഡിസ്ക് ബ്രേക്കുകളും പിൻഭാഗത്ത് ഡ്രം ബ്രേക്കുകളും തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത്രയും പ്രീമിയം ഫീലുള്ള ഈ ഒരു ഗ്രേ അലോയിലേക്ക് ഘടിപ്പിച്ചിട്ടുള്ളത് 195/55 R16 പ്രൊഫൈലിലുള്ള ടയറുകളാണ്. എന്തായാലും 16 ഇഞ്ചോട് കൂടിയിട്ടുള്ള വലിയ ടയറുകൾ തന്നെയാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. 55 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു ഫ്യൂൽ ടാങ്കാണ് ഫോക്സ് വാഗൺ വന്നിരിക്കുന്നത്. അത് ജസ്റ്റ് പുഷ് ചെയ്താൽ തുറക്കാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്തായാലും ഇതെല്ലാം ഈ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം തന്നെ പ്രീമിയം ഫീല് കൂട്ടുന്ന ഘടകങ്ങളാണ്. എന്തായാലും വെൻഡോയുടെ പിൻഭാഗത്തേക്ക് വരുമ്പം ആ ഒരു പ്രീമിയം ഫീല് ഒട്ടും കുറയാതെ തന്നെയാണ് നമ്മുടെ വെൻഡോയുടെ പിൻഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും സ്മോക്ക് ചെയ്തിട്ടുള്ള ടെയിൽ ലാമ്പ് യൂണിറ്റ് നമുക്ക് കാണാം. വളരെ ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റാണ്. എന്തായാലും ബ്രേക്ക് ലൈറ്റ്സും അതേപോലെ തന്നെ റിയർ ഫോഗ് ലാമ്പും കൂടെ എല്ലാം വളരെ ഭംഗിയിൽ കാണുന്ന ഒരു നല്ല പിൻഭാഗം തന്നെയാണ് വെൻഡോയുടേത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. പിൻഭാഗത്തെ ഡിസൈനിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മുൻഭാഗത്തു നിന്ന് തുടങ്ങുന്ന ആ ഒരു എയറോഡൈനാമിസം ശരിക്കും വന്ന് അവസാനിക്കുന്ന രീതിയിൽ കാണുന്ന ആ ഒരു ബൂട്ട് ഡിസൈനും ബൂട്ടിൽ തന്നെ കാണുന്ന ഈ ഒരു ക്രോം ലൈനിങ് എല്ലാം തന്നെ വളരെ ഒരുപാട് ആർഭാടങ്ങളൊന്നുമില്ലാതെ എന്നാൽ വളരെ ഭംഗിയിൽ കാണുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്ത് വെച്ചത്. വെൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. അതിനുശേഷം വലതുഭാഗത്തേക്ക് വന്നാൽ TSI എന്ന് പറഞ്ഞിട്ടുള്ള ടർബോ ചാർജ്ഡ് സ്ട്രാറ്റിഫൈഡ് ഇഞ്ചക്ഷൻ ഫോക്സ് വാഗൻ്റെ TSI എന്ന് പറഞ്ഞിട്ടുള്ള ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. വളരെ ഉയർന്ന പിൻ ബമ്പറുകളിൽ 4 സേഫ്റ്റി സെൻസേഴ്സ് നമുക്ക് കാണാം. അതിന്
കൂടാതെ തന്നെ പിൻഭാഗത്തെ റിയർ വ്യൂ ക്യാമറ നമുക്ക് ലൈസൻസ് പ്ലേറ്റിൻ്റെ തൊട്ട് മുകളിലായിട്ട് പുറത്തേക്ക് എക്സ്പോസ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് കാണാം. എന്തായാലും ലൈസൻസ് പ്ലേറ്റിലേക്കുള്ള ലാമ്പുകളെല്ലാം തന്നെ LED തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ബൂട്ടിൻ്റെ ഈ ഒരു ട്രങ്ക് ലിഡിൻ്റെ ഉൾഭാഗമൊക്കെ പാഡൊക്കെ ചെയ്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. 434 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു വലിയ ബൂട്ട് ഏരിയയാണ്. അതായത് ഒരു ഫാമിലി ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ ലഗേജൊക്കെ യഥേഷ്ടം കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് ഏരിയ ഉള്ളത്. ഈ ഒരു പാഡിൻ്റെ അടിയിലാണ് സ്പെയർ ടയർ വെച്ചിട്ടുള്ളത്. സ്പെയർ ടയർ 14 ഇഞ്ച് സൈസിലുള്ള സ്പെയർ ടയറാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് ബൂട്ട് അടച്ചു വയ്ക്കാം. ബൂട്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിയർ ബമ്പറിൽ തന്നെ മുൻഭാഗത്ത് നമ്മൾ വാഹനത്തിൻ്റെ 2 ചെറിയ ബ്ലാക്ക് ലിപ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ബ്ലാക്ക് ലിപ്പ് സൈഡിൽ ആ ഒരു പ്രൊഫൈലിൽ നമ്മൾ കണ്ടു. അതിന് ശേഷവും പിൻഭാഗത്തേക്കും വരുന്ന രീതിയിൽ ആ ഹണികോം ഡിസൈൻ എല്ലാം തന്നെ നമുക്കിവിടെ കാണാം. വളരെ നല്ല രീതിയിൽ പ്രീമിയം ഫീൽ നൽകുന്ന രീതിയിൽ തന്നെ ആ ഒരു ഡിസൈൻ എലമെൻ്റ് എല്ലാം തന്നെ നമുക്ക് കാണാനുണ്ട്. വളരെ വലിയ റിയർ വിൻസ്ക്രീനിൽ നമുക്ക് ഡിഫോഗർ ലൈൻസ് എല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് കാണാനുണ്ട്. എന്തായാലും ആൻറ്റിനയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രഡീഷണലായിട്ട് കണ്ടുവരുന്ന രീതിയിലുള്ള ഒരു ആൻറ്റിന തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്സുകളാണ് ഇതിൻ്റെ എല്ലാ സൈഡിലുള്ള വിൻഡോകൾക്കായാലും മുൻഭാഗത്തെയും പിൻഭാഗത്തെയും വിൻസ്ക്രീനിനായാലും എല്ലാം തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം വെയിലത്തൊക്കെ നിർത്തിയിട്ടിട്ട് അകത്തേക്ക് കയറുകയാണെന്നുണ്ടെങ്കിലും അകത്ത് ചൂടുണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും ചൂട് കുറവായി. എന്തായാലും പിൻഭാഗത്തെ ഡോറ് നമുക്കൊന്ന് തുറക്കാം. തുറന്നു കഴിഞ്ഞാൽ വളരെ പ്രീമിയം ഫീലുള്ള ഒരു ഡോർ പാഡാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതൊരു എന്തായാലും ഡോർ ഹാൻഡിൽ ഒക്കെ വളരെ നല്ല രീതിയിൽ നല്ല ഈ ഒരു ക്വാളിറ്റി നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഫോക്സ് വാഗൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ഓരോ കോർണറിലും നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ടണൊക്കെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ക്വാളിറ്റി നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ. എന്തായാലും ആംറെസ്റ്റോട് കൂടിയ ചെറിയൊരു ഡോർ പാഡ് നമുക്ക് കാണാം. മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സ്പീക്കറും നമുക്ക് ഈ ഡോർ പാഡിൽ തന്നെ കാണാം. ചെറിയ ഒരു സ്റ്റോറേജ് സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ നിന്നുള്ള ഡോർ ഹാൻഡിലുകളെല്ലാം തന്നെ സിൽവർ ഫിനിഷിലുള്ളതാണ്. റിയർ സീറ്റിലേക്ക് കയറിയിരുന്നാൽ വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു സെഡാനാണ് ഫോക്സ് വാഗൺ വെൻഡോ എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ ഒരു പ്രീമിയം ഫീൽ ഒട്ടും കുറയാതെ നമുക്ക് യാത്ര ചെയ്യാനും ഇരിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു കാറ് തന്നെയാണ് ഫോക്സ് വാഗൺ വെൻഡോ. എന്തായാലും ഒരു ആംറസ്റ്റ് എല്ലാം വളരെ വൃത്തിയിൽ കാണുന്നുണ്ട്. 2 ആളുകൾക്കും കൃത്യമായിട്ട് കൈ വെച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ആംറസ്റ്റ് എല്ലാം തന്നെ വൃത്തിയിൽ കാണുന്നുണ്ട്. ഒരു കപ്പ് ഹോൾഡർ മിസ്സിംഗ് ആണെന്ന് തോന്നി. എന്തായാലും വളരെ അധികം നല്ല തൈ സപ്പോർട്ടെല്ലാം ഉള്ള റിയർ സീറ്റുകൾ തന്നെയാണ് ഫോക്സ് വാഗൺ വെൻഡോയ്ക്കുള്ളത്. 2 ഹെഡ് റെസ്ട്രെയിൻസ് ഉണ്ട്. 2 ഹെഡ് റെസ്ട്രെയിൻസും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്ട്രെയിൻസ് തന്നെയാണ് ഫോക്സ് വാഗൺ വെൻഡോയിൽ കൊടുത്തിട്ടുള്ളത്. ഡോർ ഹാൻഡിലുകളെല്ലാം തന്നെ നോർമൽ ട്രഡീഷണലായിട്ട് കണ്ടുവരുന്ന ഡോർ ഹാൻഡിലുകൾ തന്നെയാണ്. മുൻഭാഗത്തെ 2 സീറ്റുകളിലായിട്ട്, അതായത് നമ്മൾ ഡ്രൈവറുടെയും കോ ഡ്രൈവറുടെയും സീറ്റുകൾക്ക് പിന്നിലായിട്ട് മാപ്പ് പോക്കറ്റ്സ് എല്ലാം തന്നെ കാണാനുണ്ട്. ഒരു ബോട്ടിൽ ഹോൾഡർ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നുണ്ട്. അതുകൂടാതെ ഒരു 12 വോൾട്ട് ചാർജിങ് പോയിൻറ്റ്, റിയർ പാസഞ്ചേഴ്സിനുള്ള AC വെൻറ്റും ഈ ഒരു ഭാഗത്ത് തന്നെ കാണുന്നുണ്ട്. ഫോക്സ് വാഗൺ വെൻഡോയിലുള്ള മറ്റൊരു ഫീച്ചർ, റിയർ സീറ്റിലുള്ള പാസഞ്ചേഴ്സിന് അല്ലെങ്കിൽ റിയർ സീറ്റിൽ ഇടതു ഭാഗത്തിരിക്കുന്ന പാസഞ്ചർക്ക് മുൻഭാഗത്തെ സീറ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഫീച്ചർ ഇവിടെ കാണുന്നുണ്ട്. എന്തായാലും വളരെ ഡീസൻറ്റ് സ്പേസ് ഉള്ള അല്ലെങ്കിൽ വളരെ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാബിനാണ് ഫോക്സ് വാഗൺ വെൻഡോയ്ക്കുള്ളത്. റിയർ പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു മാപ്പ് ലാമ്പ് എല്ലാം കൊടുത്ത് വളരെ ഭംഗിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും ഓരോ ഭാഗത്തെയും ലൈറ്റുകൾ സെപ്പറേറ്റ് ഓൺ ചെയ്യാവുന്ന തരത്തിലാണ് ഈ ഒരു റോട്ടറി ബട്ടണൊക്കെ കൊടുത്തിട്ടുള്ളത്. എന്തായാലും അതൊക്കെ പ്രീമിയം ഫീൽ കൂട്ടുന്ന എലമെൻറ്റ്സ് തന്നെ. ഫോക്സ് വാഗൺ വെൻഡോയുടെ മുൻഭാഗത്തെ ഡ്രൈവർ സൈഡ് ഡോറ് നമുക്കൊന്ന് തുറക്കാം. ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന മറ്റൊരു ഘടകം ഇതുണ്ടോ, ഈ ഒരു സൗണ്ട് തന്നെ ധാരാളമാണ്. എന്തായാലും മുൻഭാഗത്തെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ വളരെ പ്രീമിയമായിട്ട് പിൻഭാഗത്ത് കണ്ട അതേ നിലവാരത്തിലുള്ള ഡോർ പാഡുകൾ തന്നെയാണ് നമുക്ക് മുൻഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. എന്തായാലും കുറച്ച് സ്വിച്ചുകളും കാര്യങ്ങളെല്ലാം തന്നെ കൂടുതലുണ്ട്. ബ്ലാക്ക് ബീജ് നിറത്തിലുള്ള ഡോർ പാഡുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. 4 വിൻഡോകളുടെയും ഓപ്പറേഷനുള്ള ബട്ടൺസ് ഇവിടെ തന്നെയാണ്. ഈ ഒരു വാഹനത്തിനുള്ള മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വിൻഡോകളും 1 ടച്ച് അപ്പ്
ആൻഡ് ഡൗൺ ഫെസിലിറ്റി ഉള്ളതാണ്. സിൽവർ ഫിനിഷിലുള്ള ഡോർ ഹാൻഡിൽ, ഇന്നർ ഡോർ ഹാൻഡിൽ നമുക്ക് കാണാം. സെൻട്രൽ ലോക്കിൻ്റെ ലോക്ക് അൺലോക്ക് ബട്ടണും അതുപോലെ തന്നെ മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും ക്ലോസിങ്ങും ഉള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഇവിടെയാണ് കാണുന്നത്. എന്തായാലും ഒരു 1 ലിറ്റർ ബോട്ടിൽ വെക്കാനുള്ള ഒരു സ്പേസ് നമുക്കിവിടെ കാണാം. കുറച്ച് ബാക്കി എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ വെക്കാനുള്ള ഒരു സ്റ്റോറേജ് സ്പേസും ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഈ ഒരു ഫെസിലിറ്റി നമുക്കിവിടെ കാണാം. ഈ ഒരു ബട്ടൺ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഞാൻ പിൻഭാഗത്ത് പറയേണ്ടതായിരുന്നു. പക്ഷേ ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് 3 തരത്തിൽ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാം. ഒന്ന്, നമുക്ക് ഈ കാണുന്ന ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് വെച്ചുകൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ കീൻ്റെ അകത്ത് നമുക്ക് ഒരു ബട്ടൺ ഉണ്ട് ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ബൂട്ടിൻ്റെ മുകളിൽ തന്നെ ഉള്ള ഒരു സ്വിച്ച് വെച്ചും നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാം. അങ്ങനെ 3 തരത്തിൽ ഓപ്പൺ ചെയ്യാവുന്ന ബൂട്ടാണ് ഫോക്സ് വാഗൺ വെൻഡോയ്ക്കുള്ളത്. ഫോക്സ് വാഗൺ വെൻഡോയുടെ ഡ്രൈവർ സീറ്റിലേക്ക് കയറി ഇരുന്നിരിക്കുകയാണ്. ഡ്രൈവർ സീറ്റിലേക്ക് കയറി ഇരിക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റുന്ന വളരെ പ്രീമിയം ഫീലുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ്. ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. അതിൽ തന്നെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. എന്തായാലും ഫോക്സ് വാഗൻ്റെ ലോഗോ ഒക്കെ കൊണ്ട് വളരെ ഭംഗിയാക്കി വെച്ചിട്ടുള്ള ഈ സ്റ്റിയറിംഗ് വീലിൽ ഡ്രൈവർ സൈഡ് എയർ ബാഗ് ഇതിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. ആ ഒരു സ്റ്റിയറിംഗ് വീലിൽ തന്നെ ഒരു ക്രോം ഫിനിഷൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഒരു സിൽവർ ഫിനിഷൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. ഇന്ന് സംശയം പറയാൻ പറ്റും. ഒരു ക്രോം ഫിനിഷൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. എന്തായാലും മീറ്റർ ക്ലസ്റ്ററിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വലതുഭാഗത്ത് സ്പീഡോമീറ്ററും ഇടതുഭാഗത്ത് കാണുന്ന ടാക്കോമീറ്ററും അനലോഗായിട്ടാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. നടുഭാഗത്തായിട്ട് കാണുന്ന അല്ലെങ്കിൽ മധ്യഭാഗത്തായിട്ട് കാണുന്ന ഡ്രൈവർ ഇൻഫർമേഷൻ സിസ്റ്റം ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് തരുന്നുണ്ട്. അതായത് ഫ്യൂവൽ റേഞ്ച്, ബാക്കിയുള്ള ഫ്യൂവൽ എത്ര കിലോമീറ്റർ ഓടാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്ത് വന്ന സമയത്ത് എത്രയാണ് നമുക്ക് മൈലേജ് കിട്ടിയത്, അല്ലെങ്കിൽ നമ്മൾ എത്ര സമയം നമ്മൾ ട്രാവൽ ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ഡ്രൈവർ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ കൂടെ നമുക്ക് അറിയാൻ സാധിക്കും. ഈ ഒരു ഡ്രൈവർ ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ എല്ലാ കൺട്രോളുകളും ഉള്ളത് വലതുഭാഗത്ത് കാണുന്ന ഈ ഒരു കൺട്രോൾ യൂണിറ്റിലാണ്. അതിൽ തന്നെ നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാനും വോയിസ് കമാൻഡ് കൊടുക്കാനുള്ള ബട്ടൺ എല്ലാം തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാനുണ്ട്. മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കൺട്രോളുകളും വോളിയം കൺട്രോളുകൾ, അതേപോലെ തന്നെ ഫോൾഡർ മാറ്റാനുള്ള കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് ഇടതുഭാഗത്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ക്രൂസ് കൺട്രോൾ എല്ലാം തന്നെയുള്ളൊരു വാഹനമാണ് ഈ ഒരു ഫോക്സ് വാഗൺ വെൻഡോ എന്നുള്ളത് നമുക്കറിയാം. കാരണം പ്രീമിയം വാഹനങ്ങളുടെ നിരയിൽപ്പെട്ടിട്ടുള്ള ഒരു വാഹനമാണ്. ഇടതുഭാഗത്തുള്ള ഈ ഒരു നോബിലാണ് ക്രൂസ് കൺട്രോളിൻ്റെ കൺട്രോളുകളെല്ലാം തന്നെ കാണുന്നത്. ഈ ഒരു നോബിൽ തന്നെയാണ് ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം ഉള്ളത്. ജർമ്മൻ വാഹനമായത് കാരണം ഇടതുഭാഗത്ത് നമുക്ക് ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും വലതുഭാഗത്ത് വൈപ്പറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുമാണ്. പിന്നെ സ്റ്റിയറിംഗ് വീലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടിൽറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മുൻപിലേക്കും പിൻപിലേക്കും അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള സ്റ്റിയറിംഗ് വീലാണ് ഫോക്സ് വാഗൺ വെൻഡോയിലുള്ളത്. അതായത് ടിൽറ്റ് ആൻഡ് റീച്ച് ഫംഗ്ഷനുള്ള സ്റ്റിയറിംഗ് വീലാണ്. അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 7.5 ഇഞ്ച് ടച്ച് സ്ക്രീനാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. ഇതിൽ തന്നെ ന്യൂ ജനറേഷൻ വാഹനങ്ങളിൽ കാണുന്ന എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലുണ്ട്. എന്തായാലും ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്കുള്ള USB കണക്ടിവിറ്റി, മോക്സ്, അതുപോലെ തന്നെ SD കാർഡിൻ്റെ കണക്ഷൻ എല്ലാം തന്നെ ഈ ഒരു യൂണിറ്റിൽ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. AC യുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് ക്ലൈമട്രോണിക് AC ആണ് ഈ ഒരു വാഹനത്തിലുള്ളത്. ആ ഒരു AC യുടെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് വലതുഭാഗത്ത് കാണുന്ന നോബിലും ഫാനിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇടതുഭാഗത്തെ നോബിലുമാണ്. എന്തായാലും ബാക്കിയുള്ള ഈ ഓട്ടോ ക്ലൈമട്രോണിക് AC യുടെ ബാക്കിയുള്ള ഫങ്ഷൻസ് എല്ലാം തന്നെയും അതിൻ്റെ മാനുവൽ ബട്ടണുകളായിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെ വളരെ നല്ല രീതിയിലുള്ളൊരു വാഹനമാണ് ഈ ഫോക്സ് വാഗൺ വെൻഡോ. മുൻഭാഗത്ത് 2 കപ്പ് ഹോൾഡേഴ്സ്, അതിൻ്റെ തൊട്ട് പിൻഭാഗത്തായിട്ട് ചെറിയൊരു 12 വോൾട്ട് ചാർജിങ് പോയിൻറ്റ്, മാനുവലായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന 6 സ്പീഡ് ട്രാൻസ്മിഷനുള്ള വാഹനം ആയതുകൊണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ ലിവർ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ ആണെങ്കിലും സിൽവർ ഫിനിഷൊക്കെ കൊടുത്ത് വളരെ പ്രീമിയം ആക്കിയിട്ടുണ്ട്. ഒരു ആംറസ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആംറസ്റ്റിൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഈ ആംറസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനും സാധിക്കും. അപ്പോൾ ഫോക്സ് വാഗൺ വെൻഡോയുടെ എൻജിൻ റൂം നമുക്ക് തുറന്ന് കാണാം. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. വാഹനത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി ഇവിടെയൊക്കെയാണ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും സ്റ്റേ ഒക്കെ ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 999 cc 999 cc അല്ലെങ്കിൽ ഒരു 1 ലിറ്റർ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 110 PS ആണ് ഈ ഒരു വാഹനം നമുക്ക് തരുന്ന പവർ. അത് 5000 മുതൽ 5500 RPM ആവുന്ന ആ ഒരു സമയത്താണ് നമുക്ക് 110 PS ഈ ഒരു വാഹനം നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ 175 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് നമുക്ക് തരുന്നത് 1750 മുതൽ 4000 RPM ആവുന്ന ആ ഒരു സമയത്താണ്. എന്തായാലും വളരെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള 1 ലിറ്റർ എഞ്ചിനാണ്. ഇൻസുലേഷനൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. നമുക്ക് ഹുഡ് ഇൻസുലേഷൻ കാണാം. പുറത്തേക്ക് ചൂടും അതുപോലെ തന്നെ നോയ്സും കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഹുഡ് ഇൻസുലേഷൻ നമുക്ക് കാണാം. അതുപോലെ തന്നെ ക്യാബിനിലേക്ക്, അതായത് ഈ ഒരു ഭാഗത്തിന് നമ്മൾ വിളിക്കുന്നത് ഫയർ വാൾ എന്നാണ്. ഈ ഫയർ വാളിൽ നമ്മൾ കാണുന്ന
ഇൻസുലേഷനും അതായത് ക്യാബിനിലേക്ക് ഹീറ്റും അതേപോലെ തന്നെ നോയ്സും പരമാവധി കുറയ്ക്കാനൊക്കെ കൊടുത്തിട്ടുള്ള വളരെ നല്ല രീതിയിൽ ഇൻസുലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാം. എന്തായാലും നമുക്ക് തൽക്കാലത്തേക്ക് എൻജിൻ റൂം അടച്ചു വയ്ക്കാം. ഫോക്സ്വാഗൻ വെൻഡോയുടെ കീയാണ്. ട്രഡീഷണലായിട്ട് കണ്ടുവരുന്ന ഒരു ഫ്ലിപ്പ് കീ തന്നെയാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 ബട്ടണുകളുണ്ട്. ഒന്ന് ലോക്ക് അൺലോക്ക്, അതുപോലെ തന്നെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടണും ഈ ഒരു കീൻ്റെ അകത്തുണ്ട്. എന്തായാലും നമുക്ക് ഫോക്സ്വാഗൻ വെൻഡോ ഒന്ന് ഓടിച്ച് നോക്കാം. ഓടിച്ച് നോക്കുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കാം. അപ്പം 110 PS പവറും അതുപോലെ തന്നെ 175 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഉള്ള ഫോക്സ്വാഗൻ വെൻഡോ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനോട് കൂടിയിട്ടുള്ള ഫോക്സ്വാഗൻ വെൻഡോ നമ്മളൊന്ന് ഡ്രൈവ് ചെയ്ത് തുടങ്ങുകയാണ്. എന്തായാലും നമുക്കൊന്ന് എടുത്തു നോക്കാം. സ്പീഡ് സെൻസിങ് ഓട്ടോ ഡോർ ലോക്കൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ ത്രോട്ടിൽ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വളരെ നല്ല ഫീലാണ് ഈ ഒരു വാഹനം നൽകുന്നത്. കാരണം ഒരു 1 ലിറ്റർ എഞ്ചിനാണ് എന്നൊന്നും അങ്ങനെ ഒരു 1 ലിറ്റർ എഞ്ചിനാണ് എന്നുള്ളൊരു ഫീലൊന്നും നമുക്ക് ഈ ഒരു വാഹനത്തിലില്ല. വളരെ ഒരു 3 സിലിണ്ടർ എഞ്ചിനാണെന്നോ അല്ലെങ്കിൽ 1 ലിറ്റർ എഞ്ചിനാണെന്നോ ഒന്നുള്ളൊരു ഫീലൊന്നും ഒരു മോശം ഫീലൊന്നും ഒരിക്കലും ഈ ഒരു വാഹനം നമുക്ക് തരുന്നില്ല. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു വലിയ കാറ് അല്ലെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കാറ് ഡ്രൈവ് ചെയ്യുന്ന അതേ ഫീൽ തന്നെയാണ് ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്കുള്ളത്. 6 സ്പീഡ് ട്രാൻസ്മിഷൻ എല്ലാം തന്നെ ലോങ് ഹൈവേ ട്രിപ്പിനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഘടകമാണ്. എന്തായാലും വളരെ കംഫർട്ടബിളായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. സീറ്റിങ്ങിൻ്റെ ഒക്കെ കാര്യം നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പ്രൂവൺ കാർ തന്നെയാണ്. വളരെ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള സീറ്റുകൾ തന്നെയാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. എന്തായാലും വളരെ ചെറിയ സ്പീഡിലും ഒന്നും നമുക്ക് വേറെ ക്ഷീണം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തോന്നാത്ത രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ എല്ലാ ഘടകങ്ങളും ഉള്ളത്. ഡ്രൈവ് ചെയ്യുന്ന സമയത്തുള്ള എല്ലാ ഘടകങ്ങളും ഉള്ളത്. എന്തായാലും 5.2 മീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ടേണിങ് റേഡിയസ്. വളരെ ചുരുങ്ങിയ സ്ഥലത്ത് തന്നെ ഈ ഒരു വാഹനം എടുത്ത് തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. കാരണം ഏകദേശം ഒരു 4.5 മീറ്റർ ലെങ്ത്തുള്ള ഈ ഒരു വാഹനം വളരെ ചുരുങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. എന്തായാലും ഇൻറ്റീരിയറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും പ്ലാസ്റ്റിക് ആണെങ്കിലും ഒക്കെ തന്നെ വളരെ നല്ല വെൽ ബിൽട്ടാണ്. ആ ഒരു ജർമ്മൻ കാറിൻ്റെ എല്ലാ പ്രൗഢിയും ഈ ഒരു വാഹനത്തിലുണ്ട്. പിന്നെ സേഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 എയർ ബാഗുകളുണ്ട്. അതായത് ഡ്രൈവർ, കോ ഡ്രൈവർ എയർ ബാഗുകൾ, അതുപോലെ തന്നെ 2 സീറ്റിലും നമുക്ക് എയർ ബാഗുകളുണ്ട്. അതുപോലെ തന്നെ ABS, EBD അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ സേഫ്റ്റിയുടെ ഭാഗത്തേക്കുണ്ട്. സസ്പെൻഷൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മുൻഭാഗത്ത് സ്റ്റെബിലൈസർ ബാറുകളോട് കൂടിയിട്ടുള്ള മെക്ഫേഴ്സൺ സ്ട്രട്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ മുൻഭാഗത്തെ സസ്പെൻഷനുള്ളത്. പിൻഭാഗത്തെ സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സെമി ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ് പിൻഭാഗത്തുള്ളത്. യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ലോങ് ഡ്രൈവൊക്കെ ആണെങ്കിൽ തന്നെയും പിൻഭാഗത്ത് ഇരിക്കുന്ന യാത്രക്കാർക്കും ക്ഷീണം തോന്നാത്ത രീതിയിലുള്ള ഒരു സീറ്റിംഗ് ആംഗിളും അതുപോലെ തന്നെ യാത്ര വളരെയധികം കംഫർട്ട് തരുന്ന രീതിയിലുള്ള എല്ലാ ഘടകങ്ങളുമാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. വളരെ ലൈറ്റായിട്ടുള്ള ക്ലച്ചും അതുപോലെ തന്നെ ഗിയർ ബോക്സിൻ്റെ അല്ലെങ്കിൽ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ വളരെ ലൈറ്റാണ്. നമുക്ക് ഒരുപാട് ക്ഷീണം തരുന്ന രീതിയിലുള്ള സംഭവങ്ങളൊന്നും തന്നെ ഈ ഒരു വാഹനത്തിലില്ല. 1 ലിറ്റർ TSI എഞ്ചിനോട് കൂടി വരുന്ന ഈ ഒരു ഫോക്സ്വാഗൻ വെൻഡോയ്ക്ക് ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനോട് കൂടിയിട്ടുള്ള വേരിയൻ്റ് കൂടിയുണ്ട്. എന്തായാലും ഈ ഒരു വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു ഓൺ റോഡ് ബിഹേവിയർ എല്ലാം തന്നെ നമുക്ക് വളരെ കോൺഫിഡൻസ് തരുന്ന ഒരു വാഹനം തന്നെയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ അങ്ങനൊരു വാഹനം തന്നെയാണ് ഫോക്സ്വാഗൻ വെൻഡോ എന്നുള്ളത് നമുക്ക് 100% പറയാൻ പറ്റും. സ്റ്റിയറിങ്ങിൻ്റെയൊക്കെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും അതെ, നമ്മൾ നേരത്തെ പറഞ്ഞു, വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് പിടിച്ച് ഓടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റിയറിംഗ് വീലാണ്. അതുതന്നെ ഒരു വെൽ വെയ്റ്റഡ് സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആണ് ഈ ഒരു വാഹനത്തിലുള്ളത്. അതുപോലെ തന്നെ ലോങ് ഡ്രൈവിനൊക്കെ വളരെയധികം സഹായകരമാവുന്ന രീതിയിൽ മാനുവലായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ഗിയറുള്ള ഈ ഒരു വാഹനത്തിൽ ക്ലച്ച് പെഡലിൻ്റെ ഇടതുഭാഗത്തായിട്ട് നമുക്കൊരു ഡെഡ് പെഡലും കൂടെ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇത്രയുമാണ് 1 ലിറ്റർ ടർബോ ചാർജർ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനോട് കൂടിയിട്ടുള്ള ഫോക്സ് വാഗൻ വെൻഡോയുടെ വിശേഷങ്ങൾ. രാജാവ് എന്നും രാജാവാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് വെൻഡോയുടെ കാര്യം. ഒരിക്കലും നമുക്ക് മടുപ്പിക്കാത്ത തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു വാഹനമാണ് ഫോക്സ് വാഗൻ വെൻഡോ. കാറ് ഒരു സെഡാൻ വാങ്ങിക്കാൻ പോകുന്ന ആളുകൾ ഒന്ന് ഫോക്സ് വാഗൻ വെൻഡോ കൂടി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കുക. ഡ്രൈവ് ചെയ്ത് ഈ വെൻഡോ എന്താണ് എന്നുള്ളത് ശരിക്കൊന്ന് ഫീൽ ചെയ്യാം. അത് ഡ്രൈവ് ചെയ്താൽ തന്നെ നമുക്കത് ഫീൽ ചെയ്യുള്ളൂ. എന്തായാലും ഈ ഒരു വാഹനം വീഡിയോ ചെയ്യാൻ വേണ്ടി നമുക്ക് തന്നിട്ടുള്ളത് ഫോക്സ് വാഗൻ മലപ്പുറമാണ്. നോർത്തേൺ കേരളയിൽ ഫോക്സ് വാഗൻ്റെ ഡീലർ ഫിനിക്സ് കാർസാണ്. അപ്പോൾ ഫിനിക്സ് കാർസാണ് നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഫിനിക്സ് കാർസിന് നന്ദി പറയാണ്. എന്തായാലും ഫിനിക്സ് കാർസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ഫോക്സ് വാഗൻ കാറുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഫിനിക്സ് കാർസിനെ ധൈര്യപൂർവ്വം സമീപിക്കാവുന്നതാണ്. എന്തായാലും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു നല്ല പുതുവർഷം 2021 ഐശ്വര്യം നിറഞ്ഞതാവട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഒന്ന് ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളുടെ ഇടയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഈ 2 കാര്യങ്ങളും ചെയ്തതിനു ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. എന്തായാലും അടുത്ത ഒരു വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.